ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് തീ പിടിക്കുന്ന കുറേ സബ്സ്റ്റൻസ് ആണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ 4 പേരും, അതായത് കാണാനില്ല എന്ന് പറയുന്ന 4 പേരും ഊർജിതമായി ഈ ഫയർ ഫൈറ്റർ പെടുന്ന ആളുകളായിരുന്നു. ഇവര് ഈ ക്യാപ്റ്റനും 3 എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ള സംഘം തന്നെയായിരുന്നു തീ അണയ്ക്കാൻ. അത് ഏതാണ്ട് ഒരു തീ നന്നായി പടർന്ന് കയറുന്ന സമയം വരെയും അവർ ആ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ്. അവരെയാണ് കാണാതായിരിക്കുന്നത്, അവരുടെ വിവരമാണ് ലഭിക്കാതിരിക്കുന്നത്. അതേസമയം 18 പേര് ലൈഫ് ജാക്കറ്റും ലൈഫ് ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ച് കടലിലേക്ക് ചാടിയിട്ടുണ്ട്. ആ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 4 പേർക്ക്, അതിൽ 5 പേർക്ക് തന്നെ അങ്ങേയറ്റം ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന സബ്സ്റ്റൻസിന്റെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്. കാരണം ഇത്ര വേഗം തീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ കപ്പലിൽ അകപ്പെട്ട 4 പേരുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 66 നോട്ടിക്കൽ മൈൽ, നിയർ അബൌട്ട് 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പല് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള സന്ദേശം ലഭിച്ചതെന്നാണ് ഇന്ത്യൻ നേവി വ്യക്തമാക്കുന്നത്. ഈ കപ്പൽ ചാലിന്റെ അകത്തേക്ക് വരുന്ന മറ്റു കപ്പലുകളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവരും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള വൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. സിംഗപ്പൂരിന്റെ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതിനകത്ത് ഇന്ത്യൻ പൗരന്മാരാരുമില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഈ പറയുന്നത് പോലെ, അതായത് കപ്പലിലുള്ളവർ തന്നെ ഊർജിതമായി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കപ്പലിന്റെ മധ്യഭാഗത്താണ് തീ പിടിച്ചത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. അത് മറ്റുള്ളവരെ 2 സ്ഥലങ്ങളിലേക്ക് ഡെപ്യൂട്ടി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അത്തരം രക്ഷാപ്രവർത്തനങ്ങളെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായി വരുന്നത്. എന്തായാലും INS സൂരത്താണ് ഇന്ത്യൻ നേവിയുടെ കപ്പൽ അവിടെ രക്ഷാപ്രവർത്തനം എത്തിയിട്ടുള്ളത്. മറ്റ് സംവിധാനങ്ങൾ, അതായത് ഈ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ സേനയുടെ സംവിധാനങ്ങൾ, കോസ്റ്റ് ഗാർഡിന്റെ 5ഓളം കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിന് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും ലഭ്യമാണ്. ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. എന്നിരുന്നാൽ പോലും ഈ 4 പേരുടെ വിവരം ലഭിക്കാത്തത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ 4 പേരും തീ അണയ്ക്കാൻ അവരെ കൊണ്ടാവുന്ന തരത്തിൽ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അതായത് ഈ 4 പേരുടെ വിവരം, ക്യാപ്റ്റനും 3 എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ള ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള 4 പേരെയാണ് 4 പേരുടെ വിവരമാണ് വ്യക്തമാകാത്തത്. അതിലാണ് വ്യക്തതയില്ലാത്തത്. മറ്റു 18 പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. 22 പേരായിരുന്നു കപ്പൽ ഉണ്ടായിരുന്നത് കേട്ടോ. അറബിക്കടലിലാണ് വീണ്ടും കപ്പൽ ദുരന്തമുണ്ടായത്. കേരള തീരത്തിനടുത്ത് വെച്ച് തീ പിടിച്ചത് സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത വാൻഹായ് എന്ന കപ്പലിനാണ്. 20 വർഷത്തോളം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത്. കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, എന്താണ് ഈ അപകടത്തിന് കാരണമായതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും ലഭ്യമായിട്ടില്ല. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 2 സംഘങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ടോ സജിത്ത്? അപകടമുണ്ടായത് എങ്ങനെയെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോഴും ടോം. ഇക്കാര്യത്തിൽ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കണ്ടെയ്നറിൽ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കൾ ഈ അപകടത്തിന് വഴിവെച്ചേക്കാം. ആ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കപ്പൽ മുങ്ങിപ്പോവാൻ തന്നെയാണ് സാധ്യത. അതാണ് നമുക്ക് ഒടുവിൽ അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. ഒരാൾക്കേറ്റ പരിക്ക് ഗുരുതരമാണ്. കാണാതായിരിക്കുന്ന 4 ക്രൂ മെമ്പേഴ്സിൽ 2 പേർ തായ്വാൻ സ്വദേശികളാണ്, ഒരു ഇന്തോനേഷ്യക്കാരനാണ്, ഒരാൾ മ്യാൻമാറുകാരനാണ് എന്ന വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഇതിൽ ഒരാളുടെ പരിക്ക്, ഒപ്പം 18 പേരെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ പരിക്ക് അതിഗുരുതരമാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം ഈ കപ്പലിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കം എങ്ങനെയായിരുന്നു കൂടി നമുക്ക് പരിശോധിക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊളംബോ തുറമുഖത്ത് നിന്നായിരുന്നു ഈ കപ്പലിൻ്റെ നീക്കം ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞ 7-ാം തീയതി 2 ദിവസം മുമ്പാണ് കൊളംബോ തുറമുഖത്തു നിന്നും പുറപ്പെടുന്നത്. ഈ കൊളംബോ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ, ഈ ചരക്ക് കപ്പൽ പിന്നീട് ഇന്ത്യൻ തീരത്തിലേക്ക്, നമ്മുടെ നാഗർകോവിലിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും സമീപത്തുകൂടെ, അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമീപത്തുകൂടെ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ വഴി സഞ്ചരിക്കുകയായിരുന്നു. കേരള തീരം ചേർന്ന് ആ കപ്പൽ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ വഴിയായിരുന്നു
ഈ കപ്പൽ പുറപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് അതേസമയം ഈ വെസൽ റഡാറിൽ ഇന്നലെ, അതായത് 23 മണിക്കൂറുകൾ മുമ്പാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പോയിന്റ് തിരുവനന്തപുരത്തിന് സമീപം, അതായത് നമ്മുടെ ആ മുനമ്പിന് സമീപത്ത് വെച്ചാണ്, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ചാണ് ഇതിൻ്റെ ഡേറ്റ ആ തരത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഈ കപ്പൽ പുറപ്പെട്ട് പിന്നീടാണ് ഇപ്പോൾ ഈ അപകടമുണ്ടാവുന്നത്. ഇത് പോയ റൂട്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. അതായത് കോഴിക്കോട് ബേപ്പൂരിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത്. 45 നോട്ടിക്കൽ മൈൽ ദൂരം എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്ന സാഹചര്യം. ഇതാണ് ഈ കപ്പൽ കടന്നുപോയ പാത. ഇത് അതിനുശേഷം കടന്നുപോയി ഇത് എത്തേണ്ടത് ഇതാ കേരള തീരത്തൂടെ കടന്നുപോയി മംഗളൂരു പിന്നിട്ട് ഉടുപ്പി പിന്നിട്ട് അതിനുശേഷം അത് എത്തിച്ചേരേണ്ട സ്ഥലമാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഗോവ പിന്നീടത് എത്തിച്ചേരേണ്ടിയിരുന്നത് മുംബൈ പോർട്ടിലേക്കാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ത്യയുടെ തീരമേഖലകൾ ചുറ്റി മുംബൈയിൽ തീരത്ത് എത്തിച്ചേരേണ്ടിരുന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൻ്റെ റൂട്ടാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ഈ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ, ഈ കപ്പലിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ജൂൺ 7-ന് വൈകിട്ട് 5:52-നാണ്, 2 ദിവസം മുമ്പാണ് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്നും ഈ കപ്പൽ പുറപ്പെടുന്നത്. അതിനുശേഷമാണത് ഇവിടേക്ക് എത്തുന്നത്. 10-ാം തീയതി മുംബൈയിൽ എത്തിച്ചേരേണ്ട കപ്പലാണ് ഇത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഇത് ചരക്ക് കപ്പലാണ്. സിംഗപ്പൂർ നിർമ്മിത സിംഗപ്പൂർ കപ്പലാണിത്. അതിൻ്റെ മുൻകാലങ്ങളിൽ അതിൽ ചരക്ക് വഹിച്ചിരുന്ന ഒരു ചിത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കണ്ടെയ്നർ ഷിപ്പാണ്. ഒപ്പം അതിലെ കണ്ടെയ്നറിൽ ഉള്ള വസ്തുക്കൾ തന്നെയാണ് ഈ അപകടത്തിന് ഇടവെച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ വെസലിൻ്റെ റൂട്ടും അത് കടന്നു വന്ന വഴികളും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അപകടത്തിന് ഇടവച്ചിരിക്കുന്നത് കണ്ടെയ്നറിൽ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കൾ തന്നെയാവാം. അതുതന്നെയാവാം ഇത്ര ഒരു വലിയ അപകടത്തിന് ഇടവച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഷിപ്പിനെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. ആ രീതിയിലേക്ക് തന്നെ വൻ തീപിടുത്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാര്യം, നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പ് കേരള തീരത്ത് ഒരു സമാന അപകടം നടന്ന് അത് ഉണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ഇത് കേരളത്തിന് ആ തരത്തിലുള്ള ആശങ്കപ്പെടേണ്ടത് സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരള തീരത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതിക നാശമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കപ്പൽ അപകടമായി ഇത് മാറും എന്ന ഒരു റിപ്പോർട്ടുകൾ നിലവിൽ ലഭ്യമല്ല. ഒരുപക്ഷേ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അറിയിപ്പ് നമുക്ക് ലഭ്യമാവുമെന്ന് കരുതാം. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 3 കപ്പലുകൾ, ഒപ്പം തന്നെ മുംബൈയിൽ നിന്നും കേരള തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം, കേരള തീരത്തേക്ക് ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, മറ്റ് രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. എന്നാൽ ഈ അപകടം, ഈ വലിയ അപകടമാണ്, തീപിടുത്തമാണ് ഉണ്ടായതെന്നും തീ അണയ്ക്കാനായിട്ടില്ലെന്നും ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. കപ്പലിലെ 4 പേരെക്കുറിച്ച് വിവരം ഇല്ലെന്നാണ്.